ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് പറഞ്ഞിരുന്നു നമ്മുടെ ഡൊമസ്റ്റിക് കിച്ചണുകൾ, നമ്മുടെ വീട്ടിലെ ഓരോ അടുക്കളയും നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്നതിന്റെ വിഷയങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ മുന്നേ തന്നെ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു കിച്ചൺ എങ്ങനെയാണ് സ്ത്രീകളുടെ ആരോഗ്യത്തെയും സാമൂഹിക ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ഞാൻ അത് മുകളിൽ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സർക്കാരുകളൊക്കെ അഡ്രസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് പുതിയൊരു പദ്ധതി നമ്മുടെ കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈസി കിച്ചൺ എന്നാണ് ആ പദ്ധതിയുടെ പേര്. അപ്പോൾ ആ പദ്ധതിയുടെ വിവരങ്ങളിലേക്കും അതെങ്ങനെയാണ് നിങ്ങളുടെ സഹായിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. എന്റെ പേര് വിവേക്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നേ തന്നെ ഗവൺമെന്റ് ഒരു സ്മാർട്ട് കിച്ചൺ, നമ്മുടെ അടുക്കളകളെയൊക്കെ ഒന്ന് സ്മാർട്ട് ആക്കാനും ആധുനികവൽക്കരിക്കാനൊക്കെ സ്മാർട്ട് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുമായി വന്നിരുന്നു. പക്ഷെ അതൊരു സർക്കാർ ഏജൻസിയെ കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു സ്ഥാപനത്തെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചതിന് അത്ര എഫക്റ്റീവ് ആയില്ല. പക്ഷെ ഈസി കിച്ചൺ എന്നുള്ള പദ്ധതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതിനാൽ തന്നെ അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമായി മാറും എന്നാണ് വിചാരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ഈ ഈസി കിച്ചൺ എന്നുള്ള പദ്ധതി. അതിനിപ്പോ നമ്മുടെ നഗര വികേന്ദ്രീകരണ പ്ലാനിംഗ് ബോർഡിന്റെ അപ്രൂവലേക്ക് കിട്ടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് ഇംപ്ലിമെന്റ് ആയി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പഴയ കിച്ചണുകൾ, അതായത് നമ്മുടെ ഫ്ലോർ ടൈൽസ് ഇല്ല, പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല, കിച്ചൺ സ്ലാബ് ഇല്ല, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർക്ക് 75,000 രൂപ വരെ ധനസഹായം നൽകി അവരുടെ കിച്ചൺ ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായ പദ്ധതിയാണ് ഈസി കിച്ചൺ എന്നുള്ള പദ്ധതി. നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി തന്നെ അപേക്ഷിച്ച് അവർ വഴി തന്നെ നമുക്ക് പണവും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കിച്ചൺ പെയിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 200 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കിച്ചണിലൊക്കെ വേസ്റ്റ് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയുള്ള സോപ്പ് പിറ്റ് വെക്കാൻ വേണ്ടി, സിങ്ക് വെക്കാൻ വേണ്ടി, പാത്രം കഴുകാനുള്ള സിങ്ക് വെക്കാൻ വേണ്ടി, കിച്ചൺ ടോപ്പ് നിർമ്മിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കിച്ചന്റെ ഫ്ലോർ ടൈൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പദ്ധതിയിലൂടെ നിങ്ങൾക്ക് പണം തരുന്നത്. അതുപോലെ തന്നെ നിലവിൽ PMAY, അതുപോലെ ലൈഫ് പദ്ധതി അതിലൊക്കെ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചവർക്ക് ഈ പദ്ധതി വഴി ധനസഹായം നൽകുന്നില്ല. നിലവിൽ നല്ല കിച്ചണുകളുള്ള, പണിയെല്ലാം പൂർത്തീകരിച്ച് നല്ല കിച്ചണുള്ള വീടുകൾക്കും ഈ പദ്ധതി പ്രകാരം പണം നൽകുന്നതല്ല. അതുപോലെ തന്നെ ഈ പദ്ധതിയൊക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ വീട്ടിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ ആരോഗ്യത്തെയൊക്കെ കാത്തുസൂക്ഷിക്കണം. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് ഒന്നുകൂടി ഞാൻ ടാഗ് ചെയ്തേക്കാം. എന്തായാലും നിങ്ങൾ പോയി കാണണം. ഈ തെറ്റായ കിച്ചൺ ഡിസൈൻ എങ്ങനെയാണ് സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ പദ്ധതിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രതീക്ഷകൾ എന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.